ഹായ് എവരിവൺ. ദൈവമുണ്ട് എന്ന വലിയ സത്യം ലോകം ഒന്നും കൂടി തിരിച്ചറിയുകയാണ്. പൊന്നുപ്രേക്ഷകരെ, ഒരു കാര്യം പറയുകയാണ്. ഇന്നലെ ഒരു വലിയൊരു ഫേക്ക് പരാതി വരികയാണ്. 23 വയസ്സുകാരിയെ രാഹുൽ മങ്കൂട്ടത്തിൽ ഗർഭം ചുമത്തി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഭാഗ്യം കൊണ്ട് ആ പെൺകുട്ടി പരാതിയിൽ ഒരു കാര്യം കൂടി പറയുകയാണ്. ഫെന്നി നിനാൻ എന്ന് പറയുന്ന രാഹുൽ മങ്കൂട്ടത്തിലിന്റെ ഫ്രണ്ടിന്റെ കാറിലാണ് ഞങ്ങൾ, അതായത് മുറിയെടുക്കാൻ പോയത്, അങ്ങനെയൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പൊന്നുപ്രേക്ഷകരെ, അത് ദൈവമുള്ളത് കൊണ്ട്, ദൈവത്തിന്റെ ശക്തി ഉള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ഫെന്നി നിനാനിന്റെ പേര് പറയാൻ തോന്നിയത്. എന്താന്നല്ലേ, ഇന്ന് ഫെന്നി നിനാൻ ആ പെൺകുട്ടിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണ്. ഫെന്നി നിനാൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. പൊന്നുപ്രേക്ഷകരെ, അതൊരു പെൺകുട്ടി അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു AI അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ആരോ ഒരാൾ ക്രിയേറ്റ് ചെയ്ത ഒരു പരാതിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും എന്താണ് ഫെന്നി നിനാന് പറയാനുള്ളത് അത് കേട്ട് നോക്കാം. അതിനുശേഷം പിണറായി വിജയനെതിരെ ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, കടുത്ത ഭാഷയിൽ പിണറായി വിജയനെതിരെ ഒരു യുവതി വന്നിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ്ട് അപ്പോൾ ഒന്നൊന്നായിട്ട് കേട്ട് നോക്കാം. ഓക്കെ, പച്ചക്കള്ളമാണ് ആ പരാതിയിൽ മുഴുവനായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. ഞാൻ മനസ്സാൽ അറിയാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. നോക്കൂ പൊന്നുപ്രേക്ഷകരെ, ഇത് ഉള്ളതാണെങ്കിൽ ഈ ചങ്ങായി ഇങ്ങനെ മാധ്യമത്തിന് മുമ്പിൽ നിൽക്കോ? അതായത് ഇല്ലാ കഥകൾ ചേർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമലയിലെ കട്ട സ്വർണത്തിന് മുക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും പിണറായി വിജയൻ ചെയ്യുന്ന വിട്ടിത്തരത്തിനെ ജനങ്ങളിലേക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ മാത്രം ചർച്ചയാവണം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത വാർത്ത കൊടുക്കുകയാണ്. ഈ ചങ്ങായി പറയുന്നുണ്ടല്ലേ എനിക്കറിയേ ഇല്ല എന്ന്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. ഈ ഇലക്ഷൻ സമയത്ത്, കഴിഞ്ഞ കാലങ്ങളിലും ഇലക്ഷൻ സമയമാവുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ ഞങ്ങളും ഞെട്ടുകയാണ്. ഒരു കാര്യം ചർച്ച ചെയ്ത് തീരുമ്പോൾ പിന്നെ അടുത്തൊരു കാര്യം വരികയാണ്. ഇനിയിപ്പോൾ നാളെ 13കാരി രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്നായിട്ടുണ്ടാവും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന്. നാണമുണ്ടോ നിങ്ങൾക്ക്? വേറെന്തെങ്കിലും ഉള്ള കാര്യം കൊണ്ട് വന്നൂടെ? സത്യസന്ധ, ഇത് നമ്മുടെ മാധ്യമത്തിൻ്റെ ഒരു അവസ്ഥ. ഞാൻ കൊടുക്കുന്നുണ്ട്, റിപ്പോർട്ടർ ചാനലിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിവിൽ വെച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ പുച്ഛം മാത്രമാണുള്ളത്. ഈ പരാതി പറഞ്ഞ ആ വ്യക്തിയെ എനിക്ക് അറിവില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട്. അതായത് ഇല്ലാത്ത കാര്യം ഇപ്പൊ ഒരാൾ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്, രാഹുൽ മങ്കൂട്ടത്തിൽ ഓടിച്ച കാർ എൻ്റെ കാർ എന്ന് പറയുകയാണ്. എനിക്ക് അങ്ങനെ ഒരു കാറേ ഇല്ലെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം? എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പേര് ചേർത്തതിൽ ബിഗ് സല്യൂട്ട്. ആരാണോ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് അവന് ഞാൻ കൈ കൊടുക്കുകയാണ്. ആ ചങ്ങായിയുടെ പേര് എഴുതിയത് വളരെ വളരെ നന്നായി. ഓക്കെ, പിന്നെ നിനക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. 23 വയസ്സ് ഒരു 16 വയസ്സാക്കണമായിരുന്നു. അന്നെങ്കിലേ ഒരു ഇതുണ്ടായനെ. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാമായിരുന്നു. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മനസാക്ഷി ഒരു തരിമ്പെങ്കിലും, ഒരുപാടൊന്നും വേണ്ട, ഒരു തരിമ്പെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അങ്ങനെ ഒരു പരാതി എഴുതത്തില്ലായിരുന്നു. മനസാക്ഷി ഒരു തരിമ്പ് പോലുമില്ല എന്ന് എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെട്ടു. കാരണം അവർ ഒരു ആവശ്യവുമില്ലാതെ, ഞാൻ മനസ്സാൽ അറിയാത്ത ഒരു കാര്യത്തിൽ എൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ നിങ്ങൾ രംഗത്ത് വന്നതാണ് നല്ലത്. ഓക്കെ, ചങ്ങായി കേസിനും കാര്യത്തിനും ഒക്കെ പോയിട്ടുണ്ട്. ചങ്ങായി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാം കിട്ടും. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം പച്ചക്കള്ളങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ സമയത്ത് വീണ്ടും ഇത്തരം ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നുപ്രേക്ഷകരെ, ഒരു കാര്യം പറയുകയാണ്. 100-ൽ 75% വരുന്ന നമ്മളെപ്പോലുള്ള ബുദ്ധിയുള്ള ഒരു കാര്യം മനസ്സിലാവും. 15% വരുന്നവർ വിചാരിക്കുന്നത് റിയൽ എന്നല്ലേ. ഇവന്മാരിങ്ങനെ ഫേക്ക് വാർത്ത കൊടുക്കുമ്പോൾ 10% ഇവന്മാരുടെ ആൾക്കാരാണ്. ഇവന്മാർ എന്ത് പറയുന്നെങ്കിൽ ശരി എന്ന് പറയുന്ന ആൾക്കാർ, നമുക്ക് അതിനെ ഒഴിവാക്കാം. അത് നമുക്ക് വേണ്ട. ഓക്കെ, പിന്നെ വരുന്ന അതായത് 15% വരുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഈ ഫേക്ക് വാർത്തകളൊക്കെ കൊണ്ടുവന്നാൽ അത് റിയൽ എന്നാണ്.
നാണമുണ്ടോ? നിങ്ങളോട് ദൈവം ചോദിക്കും കേരളത്തിലുള്ള മാധ്യമമേ, ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നതിലൊക്കെ പീഡിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇവന്മാർ കോടതിയാണോ? ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. ഇതിനു മുന്നേയും പലവിധമായ ആരോപണങ്ങൾ എൻ്റെ പേരിൽ എഴുതി ഇവിടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു കേസിലെങ്കിലും ഒരു തെളിവെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിലൂടെ അത് കഴിഞ്ഞ് ആരോപണങ്ങൾക്ക് ശേഷം കൊടുക്കുവാനോ ഉറപ്പായിട്ടും ഇങ്ങനൊരു കക്ഷിയെ എനിക്ക് അറിയത്തില്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. XY ആരാണെങ്കിലും ഇങ്ങനൊരു സംഭവം എനിക്ക് അറിവുള്ളതല്ല. ഇപ്പൊ ആ ചങ്ങായി, ഈ സ്ക്രിപ്റ്റ് എഴുതിയ ചങ്ങായി ആകെ ടെൻഷനാണ്. എന്തിനാണ് ഞാൻ ഈ ഫെന്നി എൻ്റെ പേര് അതിൽ എഴുതിയത്? ആകെ 8ന്റെ പണിയാണ് കിട്ടിയത്. ഓക്കെ, ചങ്ങായി ഇവന്മാർ വിചാരിച്ചത്, അതായത് ഈ ചങ്ങായി മിണ്ടാണ്ടിരിക്കും, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മിണ്ടാതിരിക്കുന്നത് പോലെ ഈ ചങ്ങായി മിണ്ടാണ്ടിരിക്കുന്നതാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയവർ വിചാരിച്ചത്. പക്ഷെ ഇവിടെ പാളി, 8ന്റെ പണിയാണ് കിട്ടിയത്. ഓക്കെ, ഇതാണ് ദൈവമുണ്ടെന്നുള്ള സത്യം ഒന്നും കൂടി നല്ല രീതിയിൽ തെളിയിക്കുകയാണ് ദൈവം. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. എന്നിട്ടും എൻ്റെ പേരിലാണ് ഈ ആരോപണം. വെറും വ്യാജ വാർത്തയാണ്, പച്ചക്കള്ളം. DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഞാൻ മെയിലിലൂടെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കേട്ടല്ലോ നിങ്ങൾ, ചങ്ങായി DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് പൂട്ടണം ആരാണ് എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ ഇതിന്റെ പിന്നിൽ ആരെന്ന് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ യുവന്മാരെ കൊണ്ടുവരൂല, അത് ഉറപ്പാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ ഇനി 12കാരി 9കാരി 6 വയസ്സുകാരി ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. നാണമില്ല. സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞിട്ടാണ് നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത്. ഞാനൊരു കാര്യം പറയുകയാണ്, എൻ്റെ പൊന്നു മുഖ്യമന്ത്രി, നിങ്ങളോടാണ്. നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത് നല്ല ഭരണം കാഴ്ചവെച്ചിട്ടാണ്. നിങ്ങൾ ഭരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടണം. പിണറായി സർക്കാരിന് നല്ല ഭരണമാണെന്ന് വെച്ചിട്ട് നമ്മൾ വോട്ട് ചെയ്യണം. അല്ലാതെ ഇതൊക്കെ വളരെ വളരെ തെറ്റാണ്. എൻ്റെ പൊന്നു പിണറായി വിജയന, നിങ്ങൾ നല്ലൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ നിങ്ങളൊന്ന് പ്രഖ്യാപിക്കൂ, 2 ഭാഗവും കേൾക്കാൻ വേണ്ടിയിട്ട്. അതായത് ന്യൂസ് ചർച്ചയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് ഉറപ്പ് കൊടുത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമം വാർത്ത കൊടുക്കുന്നത്? മാധ്യമം കോടതിയാണോ? ഓക്കെ, നമുക്ക് ഏതായാലും പിണറായി സർക്കാരിനെതിരെ ഒരു യുവതി നല്ലൊരു രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, എന്റെ മകളുടെ കല്യാണം അടുത്ത മാസം നിശ്ചയിച്ചു വെച്ചിരിക്കായി. ഈ കണ്ടത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് അത് ചെയ്യുവാൻ. പക്ഷേ ഒരു കർഷകനോട് 10 രൂപ വായ്പ ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ, എന്റെ മകളുടെ കല്യാണത്തിന് എന്തെങ്കിലും ചന്നില്ലെങ്കിൽ ഇതാണ് കുട്ടനാട്ടിലെ നെൽകർഷകരുടെ അവസ്ഥ. സംഭരണം വൈകുന്തോറും നഷ്ടം കൂടിക്കൂടി വരും. കൊയ്തുകൊണ്ടിരുന്നപ്പം മില്ലുകാർ വന്നു. ഇത് 100 ഏക്കറോളം കൊയ്തിട്ടുണ്ട്. 100 ഏക്കർ കൊയ്ത് കഴിഞ്ഞപ്പം ഇവിടെ വന്നിട്ടും നെല്ലുകാർ പറഞ്ഞു, നിങ്ങൾ മൊത്തം കൊയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നെല്ലെടുത്തോളാവുന്നത്. ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ സ്വഭാവം മാറി. 15 കിലോ ലെസ് കൊടുക്കണം. എത്ര ദിവസമായിട്ട് നെല്ല് കിടന്നു? 19 ദിവസമായി. ഇന്നത്തേക്ക് 19 ദിവസമായി. ഈ 19 ദിവസത്തിനാണ് ഇത് കണ്ടില്ലേ, ഇത് മൊത്തം കെടുത്തി മൊത്തം നാശമായി. കൊയ്ത്ത് കഴിഞ്ഞ് 20ാമത്തെ ദിവസമാണ് പുറക്കാട് പഞ്ചായത്തിലെ ഗ്രേസിംഗ് ബ്ലോക്ക് പാടശേഖരത്തിൽ നിന്ന് നെല്ല് സംഭരിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായ കിലോയ്ക്ക് 30 രൂപ എന്നതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. എവിടെ കൊണ്ട് വിതയ്ക്കുമെന്ന് പറ, ജീവിതം അത്രയും ദുരിതം. പൊന്നുപ്രേക്ഷകർ, ഇത് ഞാൻ പ്ലേ ചെയ്തത് ഇതിനൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എമ്മാർ കളിക്കുന്നത്. ഗർഭമൊക്കെ കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള വാർത്ത ഇലക്ഷന് സമയത്ത് 4 ആളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ശബ്ദിക്കും. ഓക്കെ, നിങ്ങൾ ടെൻഷനൊന്നും അറിയോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. യുവന്മാർ ചെയ്യുന്നതിന് ഉണ്ടല്ലോ ഇലക്ഷന് 2 മാസം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, പൊന്നുപ്രേക്ഷകരെ, റിപ്പോർട്ടർ ചാനലിന് ചെറിയൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അതായത് റിപ്പോർട്ടറിന് ചെറിയൊരു മറുപടി ഞാൻ കൊടുക്കുകയാണ്. ആദ്യം റിപ്പോർട്ടർ പറയുന്ന ഒരു വാർത്തയുടെ ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ബലാത്സംഗ കേസ് പ്രതി രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാതിയുമായി മറ്റൊരു യുവതിയും രംഗത്ത്. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും യുവതി പരാതി നൽകിയിരിക്കുന്നു. ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചതായും യുവതി പരാതിയിൽ പറയുന്നു. റോഷിപാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. എന്താ അല്ലേ, എല്ലാ പരാതിയിലും ഒരു കാര്യമുണ്ട്. അതായത് രാഹുൽ വെറുതെ വിടുന്നില്ല, പീഡിപ്പിച്ചിട്ട് ഗർഭം നടിക്കാൻ പറയുന്നുണ്ടല്ലോ. ഇതിൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ആരെങ്കിലും പൊന്നുപ്രേക്ഷകരെ, അതായത് ശാരീരികമായി കാമഭ്രാന്ത് കൊണ്ട് ശാരീരികമായി ബന്ധപ്പെടുകയാണെങ്കിൽ മെഡിക്കലിൽ 10-15 രൂപ കൊടുത്താൽ കോണ്ടം കിട്ടും. ആ സാധനം യൂസ് ചെയ്യില്ല. എൻ്റെ കോണ്ടന്റ് ആയതുകൊണ്ട് ഞാൻ ഓപ്പണായി പറയുന്നുണ്ട്. ഓക്കെ, അല്ല യുവന്മാരിങ്ങനെ ഫേക്കായിട്ട് പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഒരു കോണ്ടം യൂസ് ചെയ്തിട്ട് പരിപാടി നടത്തിക്കൂടെ? അല്ലെങ്കിൽ ആരെങ്കിലും ഗർഭം ചുമത്താൻ പറയുമോ?
ഇതൊക്കെ ഇല്ലാ കഥകളാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ആദ്യം ഒരു വാർത്ത വന്നു, ചിലപ്പോൾ അതിൽ ചെറിയ ശരി ഉണ്ടാകും. അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ അവളെ വിവാഹം ചെയ്തോളാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആദ്യത്തെ ഒരു അതിജീവിതം എന്ന് പറയുന്ന രാഹുലിനെ ചതിച്ചത്. അതൊരു പക്ഷേ ശരിയായിരിക്കും, വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്. അത് പെണ്ണ് രാഹുലിനെ ചതിച്ചതാണ്. കല്യാണം, വീട്ടിലൊരു ഭർത്താവുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് പ്രണയം നടിച്ചതാണ്. പക്ഷേ ഇത് അട്ടർ ഫേക്കാണ്. ഓക്കെ നമുക്ക് ഷാഫി പറമ്പിലിൻ്റെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിലുമായിട്ട്. മുമ്പത്തെയാണ്, അത് ജസ്റ്റ് ഒന്ന് കണ്ടത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അയാൾ അവിടെ വെറുതെ പോയിരുന്നതല്ല. അയാളെ പാലക്കാട്ടെ ജനത വെറുതെ അല്ല ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത് അവിടേക്ക് അയച്ചിട്ടുള്ളത്. അവിടെ പോയിട്ട് പറയാനുള്ളത് പറയാനും ചോദിക്കാനുള്ളത് ചോദിക്കാനും തന്നെയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ പെറുക്കാൻ പോയ ആളല്ല രാഹുൽ മാങ്ക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഷാഫി പറമ്പിലിന് പറയാനുള്ളത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ പൊന്നുമക്കളെ, 2 മാസം. അതായത് എലക്ഷൻ എങ്ങനെയെങ്കിലും വരണം, അതിനുശേഷം ഇതിൻ്റെ പിന്നിൽ ആര് കളിച്ചു എല്ലാം. LDF വരൂല, LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കേരള സമൂഹമേ ബിഗ് സല്യൂട്ട്. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഒരു കൈ തരാം. ഓക്കെ, ബോധമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് വോട്ടിടണം. ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. ഞാൻ LDF വോട്ടിടണ്ടെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് നല്ല ഭരണം, നിങ്ങൾ ചിന്തിക്കൂ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ചിന്തിക്കൂ, അത്ര തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ ബൈ, ഞാൻ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ.